നയമാൻ സിറിയക്കാരുടെ സ്ഥാനപ്പട്ടികയിൽ ഉന്നത സ്ഥാനിയായിരുന്നു. മാത്രമല്ല, ആരാൻ രാജാവിൽ നല്ല സ്വാധീനവും ഉന്നത സ്ഥാനിയും പട്ടാള പ്രവർത്തനത്തിൽ രാജാവിൻ്റെ വലങ്കയും ധനവാനുമായിരുന്നു. എന്നാൽ തൻ്റെ അധികാരത്തെയും മഹത്വത്തെയും അപ്രസക്തമാക്കുന്ന ഒരു മാരകരവും നയമാനുണ്ടായിരുന്നു: കുഷ്ഠരോഗം. ആ കാലഘട്ടത്തെ ഇന്നത്തെ രീതിയിൽ പുനരാവിഷ്കരിച്ചുകൊണ്ട് ഇന്റർനാഷണൽ പ്രയർ ഫെലോഷിപ്പ് പ്രാർത്ഥനാ സംഗമം യൂത്ത് വിങ് അവതരിപ്പിക്കുന്നു ദ റിയൽ മിറക്കിൾ, യഥാർത്ഥ സൗഖ്യം. റോസി, റോസി, ഇവളത് എവിടെ പോയി കിടക്കുക? എടി റോസി! എന്താ അച്ഛയാ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിട്ടൊന്ന് പറഞ്ഞേ. അച്ചായനെങ്ങ ആള് മാറിയല്ലോ. ഇപ്പൊ അസുഖമാണെന്ന് പറയേയില്ല. ആണോ? എന്നാ ഇനി ഇങ്ങനെയൊക്കെയാ. തലയൊക്കെ ഒന്ന് ഡൈ ഒക്കെ ചെയ്തിട്ട് ഒന്ന് ചെറുപ്പമൊക്കെ ആകണം. അച്ചായനങ്ങ് ഡൈ ചെയ്യണം പോലും. കഴിഞ്ഞ ആഴ്ച ഞാൻ ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മിനിസ്ട്രിയുടെ ഓഫീസിൽ എന്തോ സൂം മീറ്റിംഗ് ആണെന്നും പറഞ്ഞ് എന്നെ മുടക്കിയില്ലേ. ചുമ്മാതെയല്ല ഇങ്ങനെ കുഷ്ഠം പിടിച്ചിരിക്കുന്നത്. ഒരു സൂട്ടും ഡൈയും. കുതിരയ്ക്ക് ചുമ്മാതല്ല കൊമ്പ് കൊടുക്കാത്തത്. എടി, അത് പിന്നെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ ചൊറിയൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർക്ക് എന്നെ ഭയങ്കര പേടിയും അതേപോലെ തന്നെ സ്നേഹവുമാ. പിന്നെ നോക്കിയിരുന്നാ മതി. വെളിയിൽ പുലി, വീട്ടിൽ പൂച്ച. നിർത്തടി എന്റെ വാചോടി. മാം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്തിനാ മാം എപ്പോഴും സാറിന് ഇങ്ങനെ വഴക്ക് പറയുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നേ? എടി പെങ്കൊച്ചേ, നിനക്ക് നിന്റെ സാറിനെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടാ. പുള്ളിക്കാരൻ ഇവിടുന്ന് ബിസിനസ് മീറ്റിംഗ് എന്നും പറഞ്ഞ് പോകും. പോയി കഴിഞ്ഞാൽ അവിടെ ചിലവരെയൊക്കെ കാണുമ്പോൾ ഒരു കള്ളച്ചിരിയും മൂളിപ്പാട്ടും ഒക്കെയാ. ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാ പുള്ളിക്ക് ഇത് കൊടുത്തത്. മാം അങ്ങനെ പറയരുത്. ഷാർജയിൽ താമസിക്കുന്ന ഒരു അഭിഷിക്തനുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ സാറിന്റെ ഈ അസുഖത്തിനൊരു മാറ്റം ഉണ്ടാവും. ആണോ? നിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ വാട്സപ്പ് നമ്പർ ഉണ്ടോടി? ഇല്ല മാം, ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല. എടി കുഞ്ഞെ, ഇക്കാലത്ത് ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാ ജീവിക്കുന്നത്? എനിക്ക് തന്നെ ഫേസ്ബുക്കിൽ 4 അക്കൗണ്ട് ഉണ്ട്. വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ധാരാളം പ്രാർത്ഥിക്കാനും ദൈവവചനം വായിക്കാനും ഒക്കെ സമയം കിട്ടുന്നുണ്ട്. എടി, നീ ആ പ്രവാചകന്റെ പേരൊന്ന് പറഞ്ഞേ. അത് ചാക്കോ പാസ്റ്റർ. ശരി, നീ ഇപ്പോൾ ഇനി ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴിവെച്ചേ. ഞാൻ ഫേസ്ബുക്കിലൊന്ന് തപ്പി നോക്കട്ടെ. എവിടെ എൻ്റെ ഫോണ്? ഓക്കെ, പാസ്റ്റർ ചാക്കോ. ഇത് ഫ്രെഡിയുടെ മ്യൂച്വൽ ഫണ്ടായിട്ട് വരുന്നുണ്ടല്ലോ. എന്തായാലും അവനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഫ്രെഡി അല്ലേ? പറയടി റോസി മോളെ. നീ എന്നാടാ ഇങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ സംസാരിക്കുന്നത്? നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ വേറെ? ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് കരാമ പാർക്ക് വരെ വന്നേടി. നിന്റെ ഫ്രണ്ടെന്ന് പറയുമ്പോൾ നിന്റെ പഴയ പരിപാടിയൊന്നും നീ ഇപ്പോഴും വിട്ടിട്ടില്ല അല്ലേ? നീ ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയാതെ. സംശയമുണ്ട് നിങ്ങളുടെ മുരളിപ്രോ ഇവിടെ കറങ്ങി നടപ്പുണ്ട്. പുള്ളി എന്തിനാടാ ഈ വയസ്സാം കാലത്ത് ആ കരാമ പാർക്കിലൊക്കെ ഇറങ്ങി നടക്കുന്നത്? എന്തുവാന്നറിയില്ല, ഇവിടെ കൈയും പിടിച്ചിരിപ്പുണ്ട്. ചെയിൻ പ്രയർ ആണെന്നാ തോന്നുന്നത്. അതൊക്കെ പോട്ടെ. എടാ, ഞാനിപ്പോൾ നിന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചതേ, നിനക്ക് ഷാർജയിലുള്ള ചാക്കോ പാസ്റ്ററിനെ അറിയാമോടാ? ചാക്കോ പാസ്റ്ററോ? ഏത് ചാക്കോ പാസ്റ്റർ? നിനക്ക് പ്രവാചകൻ മതിയെങ്കിൽ എൻ്റെ വേറൊരു ഐറ്റം ഉണ്ട്. ഏത് ഐറ്റം ആയാലും കുഴപ്പമില്ലടാ. എടാ, നിനക്ക് ഇവിടുത്തെ അച്ഛൻ്റെ കാര്യം അറിയാലോ. ആകെ മൊത്തം ചൊറിയും ചരങ്ങുമായിട്ടാ ഇരിക്കുന്നത്. ഉള്ള ഡോക്ടർമാരെ എല്ലാം കാണിച്ചു ഞാനെങ്ങും മടുത്തു. ഏതെങ്കിലും നല്ലൊരു ദേവദാസിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. അതിന് പറ്റിയ ഒരാളുടെ നമ്പർ എൻ്റെ ഉണ്ട്. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ. 050-146-4838. ഓക്കെ, ശരി. എങ്കിൽ ഞാൻ ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്കട്ടെ. നിന്റെ പാർക്കിലെ മീറ്റിംഗ് കണ്ടിന്യൂ. ഹലോ, ഇത് റിച്ചാർഡ് പാസ്റ്റർ അല്ലേ? ഹലോ, ഇതാരായി വിളിക്കുന്നേ? ഞാൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് റെവറന്റ് ഡെന്നിയാണല്ലോ. എൻ്റെ പേര് റോസി. റോസി, എന്താ കാര്യം? ഞാൻ മിനിസ്ട്രി ഹൗസിൽ നിന്നാണ് വിളിക്കുന്നത്. മിനിസ്ട്രി ഹൗസിൽ നിന്നോ? ഞാൻ മിനിഞ്ഞാന്ന് ശക്തമായൊരു ദർശനം കണ്ടേ ഉള്ളൂ. മിനിസ്ട്രി ഹൗസിൽ നിന്നൊരു വിളി വരുമെന്ന്. കഴിഞ്ഞ 2 ദിവസം ഞാൻ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. അതെയോ? അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഹിതമായിരിക്കും. ഞാനിപ്പോൾ വിളിച്ചതിന്റെ ഉദ്ദേശം ഇവിടുത്തെ സാറിന് രോഗമാണ്. അവിടുത്തെ പാസ്റ്ററേയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ ഈ രോഗം ഭേദമാകുമോ? ഭേദമാകുമോന്നോ? യൂട്യൂബ് ഒന്നും അപ്പോൾ കാണാറില്ലേ? യൂട്യൂബിൽ കയറി പ്രോഫറ്റ് റിച്ചാർഡ് എന്ന് അടിച്ചു നോക്കിയാൽ മതി.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ കാണാൻ പറ്റും. അപ്പോഴെപ്പോഴാണോ നമുക്കൊരു അപ്പോയിൻമെന്റ് കിട്ടുക? പാസ്റ്ററെ ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയായിരുന്നു. ഓ, അതൊന്നും ഇപ്പോൾ പറ്റില്ല. നേരത്തെ അഡ്മിഷൻ ഫീസ് അടച്ച് ബുക്ക് ചെയ്യണം. 2 ദിവസം മുമ്പ് റിമൈൻഡർ ഇടും. ഇതെന്നാ 5 സ്റ്റാർ ആശുപത്രിയാണോ? ആൻറ്റി കൂടി വരില്ലേ? എന്തിന്? വന്നാലൊന്ന് കാണാമായിരുന്നു. വന്നാലേ എന്നെ നേരിട്ട് വന്നൊന്ന് കാണണേ. എന്നാൽ ശരി, ഞങ്ങൾ വന്ന് കാണാമേ. അച്ചായ, ഞാൻ റിച്ചാർഡ് പാസ്റ്റർ എടുത്തൊരു അപ്പോയിൻമെന്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ വരെ പോയി അവരെ ഒന്ന് കാണാം. എന്തിനാടി പാസ്റ്റർമാരുടെ അടുത്തേക്ക് പോയി അപ്പോയിൻമെന്റ് എടുക്കുന്നേ? എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഒന്ന് പോയി കാണുമോ? ഈ ജീവിതകാലം മൊത്തം നിങ്ങൾ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് നടക്കാനാണോ പാവം? എൻ്റെ ചൊറിച്ചിലൊക്കെ നിനക്കൊരു പ്രശ്നമായെങ്കിൽ പാസ്റ്റർമാരുടെ അടുത്തൂടെ പോയി പ്രാർത്ഥിച്ച് നോക്കാം. യെസ്, കമിൻ. അതെ, എനിക്കിവിടുന്ന് ഒരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നല്ലോ. പേരെന്താ? എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നല്ലേ? ഞാൻ എല്ലാ ചാനലിലും ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടാറൊക്കെ ഉണ്ടല്ലോ. ഇല്ലല്ലോ, ഞങ്ങൾ യൂട്യൂബ് അങ്ങനെ സോഷ്യൽ മീഡിയാസൊക്കെ നോക്കാറുള്ളൂ. അതൊക്കെ പോട്ടെ. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടിയിട്ട് ഇന്ന് റിച്ചാർഡ് പാസ്റ്ററിൻ്റെ അടുത്തൊരു അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഓ, മിനിസ്ട്രി ഓഫീസിൽ നിന്നാ? അതെ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ആൻറ്റി കൂടെ വന്നില്ലേ? എന്താ, ആൻറ്റി ഉണ്ടെങ്കിലേ നിങ്ങൾ പ്രാർത്ഥിക്കത്തോളോ? ആൻറ്റിയും കൂടെ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആൻറ്റിയെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതൊക്കെ പോട്ടെ, എന്താ കുടിക്കാൻ വേണ്ടേ? ഹോട്ട് ഓർ കോൾഡ്? ഇവിടെ 2 ഓടും. അതൊക്കെ പോട്ടെ, കഴിപ്പും കുടിപ്പുമൊക്കെ പിന്നാവാം. റിച്ചാർഡ് പാസ്റ്ററിനൊന്ന് വിളി. ആ സ്പെഷ്യലായിട്ടുള്ള പ്രാർത്ഥന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ. വരട്ടെ, ഇവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. പാസ്റ്റർ ഇവിടെ അകത്തൊരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥനയെ കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാണ് നമ്മളെ പരിഗണിക്കുന്നേ? നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ ഒരു വല്ലാത്ത ജാതി ചൊറിച്ചില്? ചൊറിഞ്ഞ് ഇവിടെ കുളമാക്കണ്ട. വൈദവേ കുറച്ച് പേയ്മെൻറ്റ് കൂടി അടയ്ക്കാനുണ്ട്. ക്യാഷൊക്കെ നമ്മൾ എങ്ങനെങ്കിലും അടയ്ക്കും. എങ്ങനെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ച് എൻ്റെ ചൊറി ഒന്ന് അവസാനിപ്പിച്ച് തരണം. സഹി കിട്ട്, ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ട്, മറ്റുള്ള മിനിസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ നാണം കെട്ട്. നിങ്ങൾക്ക് ചൊറിഞ്ഞൊന്ന് മാറ്റിത്തരാൻ പറ്റുമോ? എൻ്റെ ആദ്യം പേയ്മെൻറ്റ് അടയ്ക്ക്, പിന്നെ സൗഖ്യം. ക്യാഷ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. ക്രെഡിറ്റ് കാർഡോ ഗൂഗിൾ പേ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ അതല്ലേ എളുപ്പം. ഈ നോട്ടുകൾ എണ്ണി മനുഷ്യൻ്റെ കൈ വേദനിച്ചിട്ടിരിക്കാൻ വയ്യ. ശരി. എന്നാ എൻ്റെ കാർഡ് എത്രയാണെന്ന് വെച്ചാൽ വരച്ചെടുക്കാനതൊന്ന്. പാസ്റ്റർ, ഇതാണ് 2 ദിവസം മുമ്പേ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ച് അപ്പോയിൻമെന്റ് എടുത്ത ആള്. ഒറ്റയ്ക്കാണോ വന്നേ? സിസ്റ്റർ വന്നില്ല? എൻ്റെ പൊന്ന് പാസ്റ്ററെ, അവക്കല്ല അസുഖം, എനിക്കാ. പാസ്റ്ററിനും പാസ്റ്ററിൻ്റെ അസിസ്റ്റന്റിനും ആൻറ്റിയെ കാണാത്ത എൻ്റെ വേവലാതിയാന്നല്ലോ. എൻ്റെ ചൊറി നിങ്ങൾ കാണുന്നില്ലേ? ടെന്നിസേ, ഇത് കണ്ടിട്ട് വല്ലാത്ത ചൊറിയാ. നീ എന്തായാലും സാനിറ്റൈസറും ഗ്ലൗസും എടുത്തേക്ക്, പണിയാവും. വാച്ചാ, നമുക്കത് പ്രാർത്ഥിക്കാം. പാസ്റ്റർ, ഇനി അടുത്ത് വന്ന് തലേ കൈവച്ച് പ്രാർത്ഥിയൊരു പാസ്റ്ററെ. വേണ്ട, അതൊന്നും വേണ്ട. എൻ്റെ ഉള്ള ശക്തി അങ്ങോട്ട് വ്യാപരിക്കും. മോനെ, ലൈവ് പോകാനുള്ള എല്ലാം റെഡിയല്ലേ? ക്യാമറയൊക്കെ സെറ്റല്ലേ? യെസ്. ഹല്ലേലൂയ. യെസ്. ബ്രദറെ, ഇത് ചെറിയ പോരാട്ടമൊന്നുമില്ല, വലിയ പോരാട്ടമാ. കൈയടിച്ച് പ്രാർത്ഥിച്ചോ. വട്ടമിട്ട് പാറി പറന്ന് നിന്റെ തലയ്ക്ക് ചുറ്റും, നിന്റെ ശരീരത്തിന് ചുറ്റും പാറി പറന്ന് നടക്കുന്ന ദുഷ്ടശക്തികളെ ഇപ്പൊ തന്നെ പുറത്തു പോ. ഡെന്നി എവിടെ പോന്നു? അകത്തുവാ. ഡെന്നിയെ തലയിലൊന്ന് കൈവച്ചോ. നിന്റെ അല്ല, അയാളുടെ തലയിൽ. പോകുന്നുണ്ട്, വിട്ടു പോകുന്നുണ്ട്. ഡെന്നി മോനെ, ഇവിടെ ചൊറിഞ്ഞാടാ. എനിക്ക് ചൊറിച്ചിൽ വരുന്നുണ്ട് പാസ്റ്ററെ. ശക്തിയായിട്ട് ചൊറിഞ്ഞാട്ടെ, അല്ല പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ രണ്ടുകൂടെ എന്തോ എന്നെ കളിയാക്കുവാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞു കളിക്കുന്നത്. നിങ്ങൾ ചൊറി കൂടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണോ അതോ കുറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? ഡെന്നി മോനെ, നീ പ്രാർത്ഥിക്കുന്നില്ലേ നല്ലോണം? ഇതെല്ലാം കൂടെ നമുക്ക് തിരിച്ചടിക്കുവാണല്ലോ. നല്ല ചൊറിയാണല്ലോ ഇത്. ഹലോ റോസി. സാറേ, റോസി അല്ല, ഞാൻ ആനിയാണല്ലോ. ആനിയാണോ? ആനി മോളെ, നീ ഏത് പാസ്റ്ററുടെ കാര്യമാണ് ഈ പറഞ്ഞത്? ചാക്കോ പാസ്റ്റർ എന്നല്ലേ നീ പറഞ്ഞത്? അതെ സാറേ, ഞാൻ ചാക്കോ പാസ്റ്ററെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ റിച്ചാർഡ് പാസ്റ്ററിനെയാണല്ലോ ഇവിടെ കണ്ടത്. ഈ ചാക്കോ പാസ്റ്റർ വീട് എവിടാ മോളെ? ഞങ്ങൾക്ക് പുള്ളിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാലേ എനിക്ക് വിടുതലുള്ളതെന്ന് മനസ്സിലായി മോളെ. ചാക്കോ പാസ്റ്റർ ഷാർജ അൽഷാ വില്ലേജിനടുത്താണല്ലോ താമസിക്കുന്നത്. അവിടെയാണോ? ഇനി അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾക്ക് വിടുതലുള്ളൂ. എനിക്ക് പ്രാർത്ഥിക്കാൻ വന്നവർക്കും കൂടെ ഈ സെയിം ബാധ കയറി മോളെ.
ഓ ശരി, ഞാൻ എങ്ങും പോകാതെ ചാക്കോ പാസ്റ്റർ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ഇത് ദുഷ്കാലമാണ്. കളയും വിളയും ഒരുമിച്ച് വളരുന്ന കാലം. കളയെയും വിളയെയും തിരിച്ചറിയാൻ കഴിയാത്ത കാലം. പോൾസൺ തൻ്റെ ജീവിതത്തിൽ ചെന്നുപെട്ടത് ആഘാതദാസന്മാരുടെ അടുത്താണ്. യഥാർത്ഥ ദൈവിക സൗഖ്യം ഇതല്ല എന്ന് താൻ തിരിച്ചറിയുന്നു. യഥാർത്ഥ ദൈവിക സൗഖ്യത്തെ അന്വേഷിച്ചുള്ള പോൾസന്റെ യാത്രയിൽ നമുക്കും പങ്കുചേരാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് വെളിപ്പെടുത്തിയ ദാസന്മാരെ വേഗത്തിൽ കൂട്ടിവരുത്തുന്നതിനായി സ്തോത്രം. ദൈവമഹത്വം ദേശത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിയുവാനിടയാകട്ടെ. ഹല്ലേലൂയ. മകനെ പോൾസൺ, അല്ലേ, നിന്നെ ദൈവം കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് നേർനിലത്താണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എൻ്റെ ദൈവം അറിയാതെയല്ല. നസറേനായ യേശു എൻ്റെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനും എൻ്റെ രോഗത്തിൻ്റെ സൗഖ്യത്തിനും വേണ്ടി കാൽവറിയിൽ അവസാന തുള്ളി രക്തം വരെയും ഊറ്റി എന്നെ രക്ഷിച്ചു എന്ന് നീ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു പാസ്റ്ററെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരവും നിന്റെ വാമൊഴികളാലും നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങളുടെ രക്ഷയുടെ ഉടമസ്ഥ, നീ അറിയാതെ ഒന്നും ഇവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലല്ലോ. എനിക്ക് തന്ന ദൈവിക അധികാരത്തിൽ ഞാനിപ്പോൾ കൽപ്പിക്കുന്നു, നസറേനാം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ നീ സൗഖ്യമാകാം. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അത് സംഭവിച്ചിരിക്കയാൽ സ്തോത്രം. മുഴുവൻ മഹത്വവും എൻ്റെ ദൈവത്തിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദേ നോക്കിക്കേ, എനിക്ക് പൂർണ്ണ സൗഖ്യമായി. ഞാൻ സൗഖ്യമായല്ലോ. ഡെന്നിസേ മോനെ, എന്റെ സൗഖ്യമായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. റിച്ചാർഡ്സാ, മകനെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിനക്കൊരവസരം കൂടെ ദൈവം നിനക്കിപ്പോൾ നൽകിയത്. ശൗലിനെ പൗലോസാക്കിയ ദൈവത്തിൻ്റെ കൃപ നിന്നെയും തേടി വന്നിരിക്കുന്നു. നീ ഇനിയും യഥാർത്ഥ സത്യത്തിനു വേണ്ടി അത്യധികം ഓടുക, അനേകരെ ദൈവത്തിങ്കിലേക്ക് നേടുക. ഇതാണ് ദൈവത്തിന് നിന്നെക്കൊണ്ടുള്ള ഉദ്ദേശം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ വലിയ നാമത്തിനു വേണ്ടി നിൽപ്പാൻ നിങ്ങളെ ഉപയോഗിക്കട്ടെ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ.